ഹായ്, ഞാൻ സി എ ആഷിഫ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നമ്മുടെ ട്രിപ്പിൾ എഡ് അക്കാഡമി ഹെഡ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത് നമുക്കൊരു ബാച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ച് അനൗൺസ്മെന്റിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ആ ബാച്ചിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുക, എന്തൊക്കെയാണ് ആ ബാച്ചിൽ ഉണ്ടായിരിക്കുക, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുക, ആ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ CMA ഇന്ററിന്റെ വജ്ര ബാച്ചിന്റെ പേരാണ് എന്ത്, വജ്ര എന്നുള്ള പേര്. സോ CMA ഇന്ററിന്റെ നമ്മളൊരു ബാച്ച് അനൗൺസ് ചെയ്യുന്നു. വജ്ര എന്നാണ് ആ ബാച്ചിന്റെ പേര്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, വജ്ര എന്ന ബാച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വജ്ര എന്നുള്ളതാണ് ഈ ബാച്ചിന്റെ പേര്. സോ എന്തിനാണ് നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്? അപ്പൊ ഈ കോഴ്സ് ഇത്രയാണ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇന്റർ എക്സാമിൽ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില കുട്ടികൾ നന്നായിട്ട് പഠിച്ച് കാണും, പക്ഷെ ഭാഗ്യക്കേട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബോർഡർ ലൈനിലൊക്കെ പെട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇപ്പൊ കഴിയുന്ന ജൂൺ എക്സാമിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രൈ കൂടെ നമുക്ക് എപ്പോൾ നടത്താം, ഡിസംബറിൽ നമുക്ക് അടുത്ത അറ്റംപ്റ്റ് വരുന്നുണ്ട്. ആ ഡിസംബർ അറ്റംപ്റ്റിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് മാക്സിമൈസ് ചെയ്യണം, കൂടുതൽ പേര് നമുക്ക് കേരളത്തിൽ നിന്നും പാസ്സാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഇത്തവണ കഴിഞ്ഞ ജൂൺ എക്സാമിന് ട്രിപ്പിൾ നിന്നും 2 ഓൾ ഇന്ത്യ റാങ്ക്സ് ഉണ്ടായിരുന്നു. CMA ഇന്ററിന് ഓൾ ഇന്ത്യ റാങ്ക് 39ഉം 41ഉം. അപ്പോൾ അതുപോലെയുള്ള റാങ്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ ഉദ്ദേശം. സോ വൈ ദിസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം റിസൾട്ട് മാക്സിമൈസേഷൻ ആൻഡ് റാങ്ക് ക്രിയേഷൻ ഇൻ December 24 CMA ഇന്റർ എക്സാം. ക്ലിയർ ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച്. സോ ഈ ബാച്ചിൽ എന്തൊക്കെയായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക? സോ ഈ ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത് റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും എന്തല്ല ഒരു ഫസ്റ്റ് ടൈം CMA ഇന്റർ പഠിക്കുന്ന കുട്ടിയല്ല എന്നുള്ള അസംഷനാണ് നമുക്ക് ഈ ഒരു ബാച്ച് അനൗൺസ് ചെയ്യുമ്പോൾ. ഈ ബാച്ചിൽ വരേണ്ട കുട്ടികൾ അങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയാം, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ വേണം, എക്സാമിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അറിയണം എന്നുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഉള്ളത്. സോ വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദിസ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെന്റേഴ്സ് ആണ്. ഫാക്കൽറ്റീസ് ഇതിൽ ഇൻവോൾവ് ആണ്, അക്കാഡമിക് ടീം ഇൻവോൾവ് ആണ്. നമ്മുടെ മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ റാങ്ക് മേടിച്ച 39, 41 റാങ്ക് ഹോൾഡേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ അനലൈസിസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് ഒരു 5 to 6 എക്സാമിൻ്റെ ട്രെൻഡ് അനലൈസിസ് നടത്തിയിട്ടുണ്ട്, ഓരോ പേപ്പറിൻ്റെയും ട്രെൻഡ് അനലൈസിസ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാം, എങ്ങനെ അതിലോട്ട് ഫാക്കൽറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരാം എന്നൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് അവർ സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലോട്ട് എത്തും, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദെൻ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ഉണ്ടാവും. ട്രിപ്പിൾ ഐയുടെ ഫാക്കൽറ്റീസിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ സബ്ജക്റ്റും ട്രിപ്പിൾ ഐയിൽ ആരാണോ ആ സബ്ജക്റ്റ് എടുക്കുന്നത് അവർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ പ്ലാൻ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട്, അതായത് ഫാക്കൽറ്റീസ്, മെന്റേഴ്സ്, അക്കാഡമിക് ടീം, വാല്യുവേഷൻ ചെയ്യുന്ന ടീം, ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്ലാൻ തരുന്നു. ആ പ്ലാനിൽ ആദ്യം റിവിഷൻ ഉണ്ടാകും. ആ റിവിഷൻ കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ പറയും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ആ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ പറയാം. സോ റിവിഷൻ ക്ലാസ് ഉണ്ട്, അത് ഫാക്കൽറ്റീസിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ട്രിപ്പിൾ ഐയുടെ വർക്ക് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ട്രിപ്പിൾ ഐയുടെ വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ഐയുടെ വർക്ക് ബുക്കിൽ അടങ്ങിയിട്ടുള്ളത് വേറൊന്നും അല്ല, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ, അതുപോലെ ലാസ്റ്റ് ഫൈനൽ പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ്, ഫൈനൽ ലാപ്പിലെ ക്വസ്റ്റ്യൻസ്, പോസ്റ്റ് MTP ക്വസ്റ്റ്യൻസ്, മോഡൽ ടെസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിൻ്റെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. സോ ഈ ഒരു അറ്റംപ്റ്റ് ഫസ്റ്റ് തവണ, ഇപ്പോൾ നിങ്ങൾ ഒരു തവണ ആൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു അറ്റംപ്റ്റ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലോട്ടാണ്? നിങ്ങളുടെ റിവിഷനിലോട്ടാണ്, നിങ്ങളുടെ സെൽഫ് പ്രാക്ടീസിലോട്ടാണ്. ആ ഒരു രീതിയിൽ തന്നെ കൂടുതലായിട്ടും സെൽഫ് പ്രാക്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഒരു 1 month 1.5 months റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അക്കാഡമിക് ടീം ഇത്തരം ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ട്രിപ്പിൾ ഐയുടെ വർക്ക് ബുക്ക് ഉണ്ടാവും. ആ വർക്ക് ബുക്ക് സോൾവ് ചെയ്യാനും അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ദെൻ
ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. വീക്ക്ലി 1-2 ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു പ്ലാനിനനുസരിച്ച് പഠിച്ച് വന്നാൽ അത് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും. ഈ ടെസ്റ്റ് സീരീസിൻ്റെ വാല്യുവേഷൻസ് ഉണ്ടാവും. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടാവും. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. മെൻറ്റേഴ്സ് ഇത് ഡിസ്കസ് ചെയ്യും. ഈ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെ അത് വന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അനലൈസിസ് നടത്തും. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഒരു എക്സാം നടക്കുന്ന അന്ന് തന്നെ വൈകുന്നേരം അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ വാല്യുവേഷൻ ഉണ്ടാവും. അതിൻ്റെ അനലൈസിസും കൂടെ ഉണ്ടാവും. ദെൻ ഡൗട്ട് ക്ലിയറിംഗ് മെൻറ്ററിങ് സെഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓഫീസ് അവേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റും. ഓരോ സബ്ജക്റ്റിനും എക്സ്പേർട്ട് ആയിട്ടുള്ള, ഓരോ സബ്ജക്റ്റും അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ആളുകളുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. മെൻറ്റേഴ്സിന് പുറമെ മെൻറ്റേഴ്സിന് അസിസ്റ്റ് ചെയ്യാൻ ഫാക്കൽറ്റീസും ഉണ്ടാവും. സോ ഡൗട്ട് ക്ലിയറിംഗ് മെൻറ്ററിങ് സെഷൻസ് ഉണ്ടാവും. ദെൻ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഗൈഡൻസ്, അവരെങ്ങനെയാണ് പഠിച്ചത്, അവരേതിനാണ് പ്രയോറിറ്റി കൊടുത്തത്, അവർ ഈ ഒരു ലാസ്റ്റ് 1 month 2 months എങ്ങനെയാണ് ഉപയോഗിച്ചത്, അവർ മോഡൽ ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം അവരെങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടാവും. ദെൻ PTP ഡിസ്കഷൻ, അറിയാമോ PTP ഡിസ്കഷൻ നിങ്ങൾ സൈറ്റിൽ കണ്ടിട്ടുണ്ടോ? പോസ്റ്റൽ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു എക്സാം PTP എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഫാക്കൽറ്റി തന്നെ വന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാത് സബ്ജക്റ്റ് അതാത് ഫാക്കൽറ്റി തന്നെ നിങ്ങൾക്ക് PTP ഡിസ്കഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ദെൻ MTP ഡിസ്കഷൻ, മോഡൽ ടെസ്റ്റ് പേപ്പർ ഡിസ്കഷനും എവിടെ നിന്നുണ്ടാവും? നിങ്ങളുടെ ഫാക്കൽറ്റീസ്, ട്രിപ്ലൈയുടെ ഓരോ സബ്ജക്റ്റും എടുക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വന്നിട്ട് MTP നടത്തുന്നുണ്ടാവും. ദെൻ ഫൈനൽ ലാബ്, ഇത് സാറേ ഫൈനൽ ലാബ് നിങ്ങൾക്ക്, അതായത് ഈ ഒരു പ്ലാന് നോക്കൂ, ഈ ഒരു പ്ലാനിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1 September 2024 ഇത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? December 24 എക്സാം കഴിയുന്നത് വരെ ഈ പ്ലാൻ ഉണ്ട്. അപ്പോൾ 1 September മുതൽ December 24 എക്സാം കഴിയുന്നത് വരെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള ഫുൾ പ്ലാനുള്ള, എപ്പോൾ എക്സാം എഴുതണം, എങ്ങനെ എക്സാം എഴുതണം, എക്സാമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് എന്നുള്ള ഫുൾ പ്ലാനാണ് ഇതിനുള്ളത്. അപ്പോൾ December 24 എക്സാമിൻ്റെ ഓരോ എക്സാം കഴിഞ്ഞാലും അടുത്ത എക്സാമിൻ്റെ തലേ ദിവസം ആ സബ്ജക്റ്റിൻ്റെ ഫാക്കൽറ്റീസ് പറയും എങ്ങനെയാണ് നിങ്ങൾ ഫൈനൽ ലാപ്പ് നിങ്ങൾ എങ്ങനെയാണ് പോവേണ്ടത്, ഏത് ചാപ്റ്റർ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആര് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും? ഫാക്കൽറ്റീസ് തന്നെ ഡിസ്കസ് ഉണ്ടാവും. ആ പ്രോഗ്രാമും ആ ഒരു സംഭവവും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. ദെൻ June 24, അതായത് നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ട് ഉള്ള എക്സാം ഉണ്ടല്ലോ, June 24 എക്സാം ഉണ്ടല്ലോ, ഈ June 24 എക്സാം ഇതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതിൻ്റെ ഡിസ്കഷനും ഫാക്കൽറ്റീസോ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആര് ചെയ്യും? ഫാക്കൽറ്റി ചെയ്യുന്നുണ്ടാവും. ഫാക്കൽറ്റി നിങ്ങൾക്ക് ചെയ്തു. അപ്പോൾ ഫാക്കൽറ്റി പ്രോഗ്രാം എന്തൊക്കെയുണ്ട് ഈ ഒരു ഇതിൽ? റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റിനൊരു 4 to 5 റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അതായത് നമ്മൾ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ 2-3 ചാപ്റ്റർ കൂടി ചേർന്നിട്ട് ഒരു റിവിഷൻ ആയിരിക്കും. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരും ഫാക്കൽറ്റീസ്. ദെൻ ഫാക്കൽറ്റീസ് തന്നെ എന്തുണ്ട്? PTP ഡിസ്കഷൻ ഉണ്ട്, MTP ഡിസ്കഷൻ ഉണ്ട്, June 24 സജസ്റ്റഡ് ആൻസേഴ്സിൻ്റെ ഡിസ്കഷൻ ഉണ്ട്. ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് തന്നെ ചെയ്തു തരുന്നുണ്ടാവും. ദെൻ എക്സാമിനേഴ്സ് കമൻറ്റ്സ് നിങ്ങളോടെത്തും. എക്സാമിനേഴ്സ് കമൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഹോപ്പ് യു ആർ അവെയർ അബൌട്ട് ദാറ്റ്. കഴിഞ്ഞ 2 എക്സാമിൻ്റെ എക്സാമിനേഴ്സ് കമൻറ്റ്സ്, ആ എക്സാമിൽ എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ, എന്തൊക്കെയാണ് മൊത്തത്തിൽ ഓൾ ഓവർ ഓരോ സബ്ജക്ട് വൈസ് എന്ത് മിസ്റ്റേക്സുകളാണ് കുട്ടികൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എക്സാമിനേഴ്സ് കമൻസിലുള്ളത്. നമ്മൾ ആ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടോ? ഇനി അടുത്ത December 24 എക്സാമിൽ ഞാൻ ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ എക്സാമിനേഴ്സ് കമൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ അതിൻ്റെ ഒരു സെഷൻ, അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മുടെ ടീം, അക്കാഡമിക് ടീം, ട്രിപ്ലൈയിൽ അക്കാഡമിക് ടീമിൽ CMA മാത്രം ഏകദേശം 100+ ആൾക്കാരുണ്ട് നമ്മുടെ അക്കാഡമിക് ടീമിൽ, എക്സ്ക്ലൂസീവ്ലി അക്കാഡമിക് ടീം അതർ ദാൻ ഫാക്കൽറ്റീസ്. അതിൽ ആൾമോസ്റ്റ് ഒരു 20 people only for CMA ആണ്, only for CMA CAT, CMA Inter and CMA Final. They are only dealing with CMA Inter. ഇതിൽ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്,
ഫൈനലിസ്റ്റുകളുണ്ട്, ഇന്റർ പാസ്സായ ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പ് പാസ്സായ ആൾക്കാരുണ്ട്. ഇവരാണ് ആ ടീമിലുള്ളത്. CMA ഇന്ററിന്റെ തന്നെ ആൾക്കാരാണ് അവരുള്ളത്. ഇവര് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ട്രെൻഡ് അനലൈസിസ് നടത്തിയിട്ടുണ്ട്. ആ ട്രെൻഡ് അനലൈസിസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും അതിന്റെ മാർക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും നമ്മുടെ ഈ വജ്ര ബാച്ച് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഈ പറയുന്ന പ്ലാൻ ഫോളോ ചെയ്യുക. ഈ പറയുന്ന ഈ വജ്ര ബാച്ചിലുള്ള പ്ലാനുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് December 24 എക്സാമിൽ നിങ്ങൾക്ക് CMA ഇന്റർ ക്വാളിഫൈ ചെയ്യാം. നിങ്ങൾ ഇത് നന്നായിട്ട് ഫോളോ ചെയ്യുകയാണെന്ന്, ഇതിൽ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നവർക്കുള്ള പ്ലാൻ ഉണ്ട്, 2 ഗ്രൂപ്പ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള പ്ലാൻ ഉണ്ട്. ഒരു ഗ്രൂപ്പ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. നിങ്ങൾ ആൾറെഡി ഒരു ഗ്രൂപ്പ് പാസ്സായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതർ ഗ്രൂപ്പ് എടുക്കാം, സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം. ഇനി ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ അറ്റംപ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. സോ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലാൻ ഫോളോ ചെയ്യുക, ഇതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക, എക്സാംസ് എഴുതുക, ഇതിൽ പറയുന്ന സെഷൻസുകളെല്ലാം അറ്റൻഡ് ചെയ്യുക. ദെൻ നിങ്ങൾ പാസ്സാവുക മാത്രമല്ല, ഇത്തവണ നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആദ്യത്തെ 50 പേരിൽ നമ്മുടെ 2 പേരുള്ളതുപോലെ നിങ്ങളിൽ നിന്ന് നമുക്ക് ആ നമ്പേഴ്സ് നമുക്ക് കൂട്ടണം. അപ്പോൾ നിങ്ങളിൽ നിന്നും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ച്, CMA ഇന്റർ വജ്ര ബാച്ച്. സോ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക, പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. എന്ത് ചെയ്യുക, December 24 എന്ത് ചെയ്യുക, നമ്മളിത് ക്ലിയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്, പെട്ടെന്ന് ജോയിൻ ചെയ്തോ.